Hello everyone, welcome to my channel. Today we will move on to the next topic of your chapter, that is bonds and movement. നമ്മുടെ ബോഡിയിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോൺസ്, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്നതെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. We know that the different types of movement in our body is possible by the combined action of bones and muscles. നമ്മൾ ഓൾറെഡി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ലെറ്റ്സ് സീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോൺസ് ഇൻ അവർ ബോഡി. ദാറ്റ്സ് കോൾഡ് ഹ്യൂമൻ സ്കെൽട്ടൽ സിസ്റ്റം. ലെറ്റ്സ് സീ ഹ്യൂമൻ സ്കെൽട്ടൽ സിസ്റ്റം. നമ്മുടെ ബോഡിയിലെ ബോൺസിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബോൺസ് വിച്ച് ഗിവ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ബോഡി. നമ്മുടെ ബോഡിക്ക് ബലവും പിന്തുണയും നൽകുന്നത് ആരാണ്? ബോൺസ് ആണ്. ഇറ്റ് ഗിവ് ഷേപ്പ് ടു അവർ ബോഡി. നമ്മുടെ ബോഡിക്ക് അതാത് ഷേപ്പ് നൽകുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ബോൺസ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈവൻ നമ്മുടെ ഫേസിന് വരെ ഈ ഷേപ്പ് നൽകുന്നത് ഫേഷ്യൽ ബോൺസ് ആണ്. They protect our internal organs. നമ്മുടെ ബോഡിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റേണൽ ഓർഗൻസ് എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആർക്കുണ്ട്? ബോൺസിനുണ്ട്. എക്സാമ്പിൾ ലൈക്ക് നമ്മുടെ ബോഡിയിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ഓർഗൻ ആണല്ലേ ബ്രെയിൻ. അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? സ്കളാണ്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഓർഗൻ ആണ് ലങ്സും ഹാർട്ടൊക്കെ. ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? റിബ്സ് ആണ്. ഇങ്ങനെ പോയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആർക്കുണ്ട്? നമ്മുടെ ബോഡിയിലെ ബോൺസിനുണ്ട്. നെക്സ്റ്റ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ് സെൽസ്. നമ്മുടെ ബ്ലഡ് സെൽസ് ലൈക്ക് RBC, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം ഫോം ചെയ്യുന്നത് എവിടെ വെച്ചാണ്? ബോൺ മാരോയിൽ വെച്ചാണ്. സോ വൺ ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് ബോൺ ഇസ് ടു പ്രൊഡ്യൂസ് ബ്ലഡ് സെൽസ്. ഇനി ബോൺ ഫെസിലിറ്റേറ്റ് ദ മൂവ്മെൻറ്റ്. വി നോ ദാറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കമ്പൈൻ ആക്ഷൻ ഓഫ് ബോൺസ് ആൻഡ് മസിൽസ് ആണ്. മസിൽസ് മാത്രമല്ല അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ബോത്ത് മസിൽസിൻ്റെയും ബോൺസിൻ്റെയും കമ്പൈൻ ആക്ഷനാണ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ബോൺ ഫെസിലിറ്റേറ്റ് ദ മൂവ്മെൻറ്റ് ആൻഡ് ദേ സ്റ്റോർ മിനറൽസ്. ഇങ്ങനെ പോയിട്ട് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ബോൺസിനുണ്ട്. സോ ഈ ബോൺ നമ്മുടെ ബോഡിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണല്ലേ. ഹ്യൂമൻ സ്കെൽട്ടൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 206 ബോൺ. നമ്മുടെ ബോഡിയിൽ മൊത്തത്തിൽ എത്ര ബോൺസ് ഉണ്ട്? 206 ബോൺസ് ആണ്. നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് എത്ര ബോൺസ് ഉണ്ടാകും എന്നറിയോ? 270-280 ബോൺസിനെ കാണപ്പെടും. പിന്നെ എങ്ങനെ ഇത് 206 ബോൺസിലോട്ടൊക്കെ എത്തുന്നത്? അത് മാജിക്കലി ഡിസപ്പിയർ ചെയ്യുകയാണോ ചെയ്യുന്നത്? അവരിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ ബോൺസ് എല്ലാം കമ്പൈൻ ചെയ്ത്, അതായത് ഫ്യൂസ് ചെയ്ത് സിംഗിൾ വലിയ വലിയ ബോൺസുകളായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അഡൽട്ട് ആവുമ്പോഴത്തേക്കും 206 ബോൺസ് ആയിട്ട് മാറും. ഓക്കെ, സോ സ്കെൽട്ടൽ സിസ്റ്റം ഓഫ് അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത് 206 ബോൺസ് ആണ്. ദെൻ സ്കെൽട്ടൽ സിസ്റ്റം ഓഫ് എ ബോൺ ബേബി എന്ന് പറയുന്നതോ 270 ബോൺസ് ആണ്. ഓക്കെ, ഇനി ഈ 206 ബോൺസിൽ ചില ബോൺസ് ഗിവ് സ്ട്രക്ചർ ടു അവർ ബോഡി ആൻഡ് അതർ ബോൺസ് വിച്ച് ഹെൽപ്പ് ഇൻ ദ ബോഡി മൂവ്മെൻറ്റ്. എല്ലാ ബോൺസും ബോഡിക്ക് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ചില ബോൺസ് സ്ട്രക്ചർ നൽകുന്നു, അതർ ബോൺസ് എന്താണ്? നമ്മുടെ ബോഡിയെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. സോ ബേസ്ഡ് ഓൺ ബോൺസ് വിച്ച് ഗിവ് സ്ട്രക്ചർ ടു ബോഡി ആൻഡ് ബോൺസ് വിച്ച് ഹെൽപ്പ് ഇൻ ദ ബോഡി മൂവ്മെൻറ്റ്, ഓർ സിംപ്ലി വി ക്യാൻ സേ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ബോൺസ്, ഹ്യൂമൻ സ്കെൽട്ടൽ സിസ്റ്റത്തിനെ നമുക്ക് 2 ഗ്രൂപ്പായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് ആക്സിയൽ സ്കെൽട്ടൻ ആൻഡ് അതർ വൺ ഈസ് അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ. സോ ഹ്യൂമൻ സ്കെൽട്ടൻ്റെ 2 മേജർ ഗ്രൂപ്പ്സ് എന്തൊക്കെയാണ്? ആക്സിയൽ സ്കെൽട്ടൻ ആൻഡ് അതർ വൺ ഈസ് അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ. ഈ പിക്ചറിൽ ബ്ലൂ കളർ കൊടുത്ത ബോൺസ് ആണ് ആക്സിയൽ സ്കെൽട്ടൻ എന്ന് പറയുന്നത്. പിങ്ക് കളർ കൊടുത്തതാണ് അപ്പൻഡിക്കുലാർ സ്കെൽട്ടൻ. ഇനി നമുക്ക് ആക്സിയൽ സ്കെൽട്ടനിൽ ഏതെല്ലാം ബോൺസ് ആണ് വരുന്നതെന്നും അപ്പൻഡിക്കുലാർ സ്കെൽട്ടനിൽ ഏതെല്ലാം ബോൺസ് ആണ് വരുന്നതെന്നും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ അബൌട്ട് ആക്സിയൽ സ്കെൽട്ടൻ. ദിസ് ഗ്രൂപ്പ് ഓഫ് ബോൺസ് ആർ കോൾഡ് ആക്സിയൽ സ്കെൽട്ടൻ. ദർ ആർ 80 ബോൺസ് ഇൻ ആക്സിയൽ സ്കെൽട്ടൻ. അപ്പോൾ ആക്സിയൽ സ്കെൽട്ടൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബോൺ അല്ല അല്ലേ, 80 ബോൺസ് ടുഗദർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ബോൺസ് ആണ് ആക്സിയൽ സ്കെൽട്ടൻ എന്ന് പറയുന്നത്. Major bones of axial skeleton include skull, ribs, sternum and vertebral column. അപ്പോൾ ഏതൊക്കെയാണ് ആക്സിയൽ സ്കെൽട്ടനിൽ വരുന്ന ബോൺസ്? സ്കൾ, റിബ്സ്, സ്റ്റേർണം ആൻഡ് ഫൈനലി വെർട്ടിബ്രൽ കോളം. ഇനി നമുക്ക് ഇതിലുള്ള ഓരോ ബോൺസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ അബൌട്ട് സ്കൾ. സ്കളിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? സ്കൾ കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിനെ കവർ ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? സ്കളാണ്. There are 29 bones in skull.
സ്കൾ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബോൺ ആണോ? അല്ല കേട്ടോ, 29 ബോൺസ് അടങ്ങിയിട്ടുള്ള ഒരു ബോണാണ് സ്കൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്കളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? സ്കൾ കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ബ്രെയിൻ. ദർ ആർ 29 ബോൺസ് ഇൻ സ്കൾ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഓരോ ബോൺസിൻ്റെയും നമ്പർ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പഠിക്കുക കേട്ടോ, എന്നാൽ ഇത് ഇത്ര ഡിഫിക്കൽട്ട് ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് ഏതാ? റിബ്സ്. റിബ്സ് പ്രൊട്ടക്ട് ഹാർട്ട് ആൻഡ് ലങ്സ്. നമ്മുടെ ഹാർട്ടിനെയും ലങ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആർക്കാണ്? റിബ്സിനാണ്. ദർ ആർ 12 പെയർസ് ഓഫ് റിബ്സ്. റിബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വാരിയല്ലേ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ 12 പെയർസ് ഓഫ് റിബ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ 12 റിബ്സുകളുണ്ട്, റൈറ്റ് സൈഡിലും 12 റിബ്സുകളുണ്ട്. അപ്പോൾ ടോട്ടലി 24 റിബ്സ് ആർ ദർ. അപ്പോൾ റിബ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദേ പ്രൊട്ടക്ട് ഹാർട്ട് ആൻഡ് ലങ്സ്. ദർ ആർ 24 റിബ്സ് ഇൻ ഹ്യൂമൻ ബോഡി. ഇനി നെക്സ്റ്റ് ഈസ് സ്റ്റേർണം. സ്റ്റേർണം ജോയിൻസ് റിബ്സ് ഫ്രം ബോത്ത് സൈഡ്. നമ്മുടെ ബോഡിയിലെ രണ്ട് സൈഡിലുള്ള, അതായത് റൈറ്റ് സൈഡിലുള്ളയും ലെഫ്റ്റ് സൈഡിലുള്ളയും റിബ്സിനെ സെൻറ്ററിലോട്ടേക്ക് ജോയിൻ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ദ ഫ്ലാറ്റ് ബോൺ കോൾഡ് സ്റ്റേർണം. നമ്മുടെ ബോഡിയിലുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരേ ഒരു ബോണാണ് ഈ സ്റ്റേർണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റേർണത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റേർണം ജോയിൻസ് റിബ്സ് ഫ്രം ബോത്ത് സൈഡ്. എത്ര സ്റ്റേർണാണ് നമുക്കുള്ളത്? ഒരു സ്റ്റേർണം അല്ലേ. അപ്പോൾ സ്കള് കഴിഞ്ഞു, റിബ്സ് കഴിഞ്ഞു ആൻഡ് സ്റ്റേർണം കഴിഞ്ഞു. ഇനി ഏതാ അടുത്ത ഭാഗം? വെർട്ടിബ്രൽ കോളം. എന്താ ഈ വെർട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞാൽ? ബാക്ക് ബോൺ അല്ലെങ്കിൽ നട്ടെല്ല് എന്നൊക്കെ പറയും അല്ലേ. നമ്മുടെ നട്ടെല്ല് അല്ലെങ്കിൽ ബാക്ക് ബോൺ ഇതൊരു സിംഗിൾ ബോണാണോ? ഒരൊറ്റ ബോണാണോ? അല്ല. ദർ ആർ 26 വെർട്ടിബ്രേ ഇൻ വെർട്ടിബ്രൽ കോളം. 26 ചെറിയ ചെറിയ വെർട്ടിബ്രൈ കൂടിയിട്ടാണ് ഒരു വെർട്ടിബ്രൽ കോളം ഉണ്ടാകുന്നത്. ഇതിങ്ങനെ ചെറിയ ചെറിയ ബോൺസ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാ സൈഡുക്കും ബെൻഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് കുനിയാം, നിവരാം, രണ്ട് സൈഡുക്കും ബെൻഡ് ചെയ്യാം അല്ലേ. ഇതൊരൊറ്റ ബോൺ ആയിരുന്നെങ്കിലോ ഇതൊന്നും നമുക്ക് സാധിക്കില്ല. നമ്മൾ കുനിയുകയാണെങ്കിൽ ഈ വെർട്ടിബ്രൽ കോളത്തിനെല്ലാം ഡാമേജ് പറ്റും, ഇതൊരു സിംഗിൾ ബോൺ ആണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഈ ഫങ്ഷൻസ് എല്ലാം നിലനിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറിയ ചെറിയ 26 വെർട്ടിബ്ര ആയിട്ട് ഒരു വെർട്ടിബ്രൽ കോളം ഉണ്ടാക്കുന്നത്. ഇനി ഈ വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ ബാക്ക് ബോണിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു ഈ ബോൺസിന് ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഫങ്ഷൻ ഉണ്ട് എന്ന്. ഇവിടെ ഏത് ഇൻറ്റേർണൽ ഓർഗനെയാണ് വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ ബാക്ക് ബോൺ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് അറിയോ? സ്പൈനൽ കോഡ്. എന്താ ഈ സ്പൈനൽ കോഡ് എന്ന് വെച്ചാൽ? നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ബണ്ടിൽ ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് നെർവ്സ് ആണ് സ്പൈനൽ കോഡ്. നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിലെ ഓരോ വെർട്ടിബ്രയ്ക്കും കനാലുണ്ട്, അതായത് ഒരു ഓട്ട പോലത്തെ സ്പേസ് ഉണ്ട്. ഇതിലൂടെയാണ് ബ്രെയിനിൽ നിന്ന് വരുന്ന നെർവ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നെർവ്സ് റൺ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഓരോ ബോഡി പാർട്സിലും എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ ബാക്ക് ബോണിൻ്റെ വൺ ഓഫ് ദ ഫങ്ഷൻ എന്താണ്? ഇറ്റ് പ്രൊട്ടക്ട് അവർ സ്പൈനൽ കോഡ്. അത് ഫങ്ഷൻ എന്താ? ദേ ഫെസിലിറ്റേറ്റ് ദ മൂവ്മെൻറ്റ് ലൈക്ക് വാക്ക്, സിറ്റ്, സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. ദെൻ നമ്മുടെ ബോഡി ബെൻഡ് ചെയ്യാൻ, ട്വിസ്റ്റ് ചെയ്യാൻ, ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന വൺ ഓഫ് ദ ബോൺ ഏതാണ്? ബാക്ക് ബോൺ അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നു. സോ വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ ബാക്ക് ബോണിന് എത്ര ബോണാണുള്ളത്? 26 വെർട്ടിബ്രൈ ആണുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ ഹ്യൂമൻ സ്കെൽറ്റനെ നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് ആക്സിയൽ സ്കെൽറ്റൻ ആൻഡ് അതർ വൺ ഈസ് അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ. ഈ കാണുന്ന ഗ്രൂപ്പ് ഓഫ് ബോൺസിനെയാണ് നമ്മൾ ആക്സിയൽ സ്കെൽറ്റൻ എന്ന് വിളിക്കുന്നത്. There are 80 bones in the axial skeleton. ഏതൊക്കെ ബോൺസ് ആണ് ആക്സിയൽ സ്കെൽറ്റനിൽ വരുന്നത്? സ്കൾ, സ്റ്റേർണം, റിബ്സ് ആൻഡ് വെർട്ടിബ്രൽ കോളം. സ്കളിൽ എത്ര ബോൺസ് ഉള്ളത്? 29 ബോൺസ്. എത്ര സ്റ്റേർണാണുള്ളത്? 1 ബോൺ. റിബ്സ് എത്രയാണ്? 12 പെയർസ്, അതായത് 24 ബോൺസ്. ഇനി വെർട്ടിബ്രൽ കോളത്തിൽ എത്ര വെർട്ടിബ്രേ ആണുള്ളത്? 26. അപ്പോൾ ടോട്ടലി 80 ബോൺസ്. നെക്സ്റ്റ് ഈസ് അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ. These are bones which help in the body movement. നമ്മുടെ ബോഡി മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ബോൺസ് ആണ് അപ്പൻഡിക്കുലാർ സ്കെൽറ്റനിൽ വരുന്നത്. ദിസ് ഗ്രൂപ്പ് ഓഫ് ബോൺസ് ആർ കോൾഡ് അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ. There are 126 bones in appendicular skeleton. ആക്സിയൽ സ്കെൽറ്റനിൽ 80 ബോൺസ് ആയിരുന്നു. അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ എന്ന് പറയുന്നത് 126 ബോൺസ് ആണ്. അപ്പോൾ ടോട്ടലി 206 ബോൺസ്. അപ്പോൾ ഏതൊക്കെ ബോൺസ് ആണ്
അപ്പൻഡിക്കുലർ സ്കെൽറ്റൽ വരുന്നത് നോക്കാം. ഫസ്റ്റ് ഈസ് പെക്ടോറൽ ഗേർഡിൽ അല്ലെങ്കിൽ ഷോൾഡർ ഗേർഡിൽ അല്ലെങ്കിൽ നമ്മളുടെ ഷോൾഡർ ബോൺ എന്നൊക്കെ പറയാറില്ലേ, ഇതിനെയാണ് നമ്മൾ പെക്ടോറൽ ഗേർഡിൽ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഫോർ ലിംസ് എന്ന് പറഞ്ഞാൽ കൈകൾ അല്ലേ. ദെൻ ഹൈൻഡ് ലിംസ് പറഞ്ഞാൽ കാലുകൾ. ദെൻ പെൽവിക് ഗേർഡിൽ, അതായത് ഊരയുടെ എല്ലൊക്കെ. അപ്പോൾ ഏതൊക്കെയാണ് ബോൺസ് ഓഫ് അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ എന്ന് പറയുന്നത്? പെക്ടോറൽ ഗേർഡിൽ, ഫോർ ലിംസ്, പെൽവിക് ഗേർഡിൽ ആൻഡ് ഹൈൻഡ് ലിംസ്. ഓക്കെ, ഈ ഗ്രൂപ്പ് ഓഫ് ബോൺസിനെയാണ് നമ്മൾ അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൻഡിക്കുലർ സ്കെൽറ്റനിലുള്ള ഓരോ ബോൺസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് വൺ, ലെറ്റ് സി അബൌട്ട് ദ പെക്ടോറൽ ഗേർഡിൽ. പെക്ടോറൽ ഗേർഡിൽ 4 ബോൺസ് ആണ് വരുന്നത്. 2 ക്ലാവിക്കിളും 2 സ്കാപ്പുലയും. 2 ക്ലാവിക്കിളും 2 സ്കാപ്പുലയും കൂടിയിട്ടാണ് പെക്ടോറൽ ഗേർഡിൽ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ക്ലാവിക്കിൾ. There are 2 clavicle, one on the right side and other on the left. This is the only bone on the body that lies horizontally. ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുന്ന ഒരൊറ്റ ബോണാണ് നമ്മുടെ ബോഡിയിലുള്ളത്. ദാറ്റ് ഈസ് ക്ലാവിക്കിൾ. ഇനി ഈ കാണുന്നതാണ് സ്കാപ്പുല എന്ന് പറയുന്നത്. അതും 2 എണ്ണാണുള്ളത്, ഒന്ന് റൈറ്റ് സൈഡും ഒന്ന് ലെഫ്റ്റ് സൈഡും. അപ്പോൾ പെക്ടോറൽ ഗേർഡിൽ എന്ന് പറയുന്നത് 4 ബോൺസ് കൂടിയിട്ടുള്ളതാണ്. 2 ക്ലാവിക്കിൾ ബോണും 2 സ്കാപ്പുല ബോണും കൂടിയിട്ടുള്ളതാണ് പെക്ടോറൽ ഗേർഡിൽ എന്ന് പറയുന്നത്. ഈ പെക്ടോറൽ ഗേർഡിലിൻ്റെ മറ്റൊരു പേരാണ് ഷോൾഡർ ഗേർഡിൽ. നമ്മുടെ കൈകളുടെ ബോൺസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഷോൾഡർ ഗേർഡിൽ അല്ലെങ്കിൽ പെക്ടോറൽ ഗേർഡിലോട്ടേക്കാണ്. ഇനി ലെറ്റ്സ് സീ ബോൺസ് ഓഫ് ഹാൻഡ്. നമ്മൾ ഒരു കൈ എടുക്കുകയാണെങ്കിൽ തന്നെ there are 30 ബോൺസ് ഇൻ വൺ ഹാൻഡ്. അപ്പോൾ 2 കൈകൾ കൂടിയിട്ടാണെങ്കിലോ there are 60 ബോൺസ് അല്ലേ. ഇനി നമുക്ക് ഒരു കൈകളിൽ തന്നെ 30 ബോൺസ് എങ്ങനെ വരുന്നതെന്ന് നോക്കാം. ബോൺ വിച്ച് ക്ലോസർ ടു ഷോൾഡർ ആർ കോൾഡ് ഹ്യൂമറസ്. നമ്മുടെ ഷോൾഡറിലോട്ടേക്ക് അടുപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഷോൾഡർ ഗേർഡിൽ അല്ലെങ്കിൽ പെക്ടോറൽ ഗേർഡിലോട്ടേക്ക് അറ്റാച്ച് ചെയ്ത നമ്മുടെ ആൻഡിൻ്റെ ബോണാണ് ഹ്യൂമറസ്. there are 2 ബോൺസ് ഇൻ ലോവർ ആം. അവയാണ് റേഡിയസ് ആൻഡ് അൾന. അൾനയെ കമ്പയർ ചെയ്യുമ്പോൾ റേഡിയസിനാണ് കുറച്ച് തിക്ക് കൂടുതൽ. സോ അപ്പർ ആമിൻ്റെ ബോണിൻ്റെ പേരെന്താണ്? ഹ്യൂമറസ്. ഇനി ലോവർ ആമിൽ 2 ബോൺസ് ആണുള്ളത്, അവയാണ് റേഡിയസ് ആൻഡ് അൾന. ഇനി നമ്മുടെ കയ്യിൻ്റെ റിസ്റ്റ് റീജിയനിൽ 8 ബോൺസ് ആണ്. ഈ 8 ചെറിയ ബോൺസ് ആയതുകൊണ്ട് കൂടിയാണ് നമ്മുടെ റിസ്റ്റ് ഏരിയ എല്ലാ ഏരിയയിലോട്ടും റൊട്ടേറ്റ് ചെയ്യാൻ, ബെൻഡ് ചെയ്യാൻ എല്ലാം സാധിക്കുന്നത്. സോ there are 8 ബോൺസ് ഇൻ ദ റിസ്റ്റ് റീജിയൻ. ഇനി നമ്മുടെ കൈകളുടെ പാം റീജിയനിൽ എത്ര ബോൺസ് ആണുള്ളതെന്ന് അറിയോ? there are 5 ബോൺസ് ഇൻ പാം. റിസ്റ്റ് റീജിയനിലുള്ള ബോൺസിനെ വിളിക്കുന്ന പേരാണ് കാർപ്പൽസ്. ഇനി പാം റീജിയനിലുള്ള ബോൺസിനെ എന്താ വിളിക്കാറ്? മെറ്റാ കാർപ്പൽസ്. ഇനി വിരലുകളിലുള്ള ബോൺസിനെയാണ് നമ്മൾ ഫാലഞ്ചസ് എന്ന് വിളിക്കുന്നത്. there are 40 ബോൺസ് ഇൻ ഫിംഗേഴ്സ്. അപ്പോൾ റിസ്റ്റ് റീജിയനിലുള്ള ബോൺസിനെയാണ് നമ്മൾ കാർപ്പൽസ് എന്ന് വിളിക്കുന്നത്. there are 8 ബോൺസ് ഇൻ ദ കാർപ്പൽസ്. ഇനി പാം റീജിയനിലുള്ള ബോൺസിനെയാണ് നമ്മൾ മെറ്റാ കാർപ്പൽസ് എന്ന് വിളിക്കുന്നത്. there are 5 ബോൺസ് ഇൻ ദ മെറ്റാ കാർപ്പൽസ്. ഇനി ഫിംഗേഴ്സിൻ്റെ ബോൺസിനെയാണ് നമ്മൾ ഫാലഞ്ചസ് എന്ന് വിളിക്കുന്നത്. there are 14 ബോൺസ് ഇൻ ദ ഫാലഞ്ചസ്. അപ്പോൾ ഏതൊക്കെയാണ് ബോൺസ് ഓഫ് ഫോർ ലിംസ് അല്ലെങ്കിൽ ബോൺസ് ഓഫ് ഹാൻഡ് എന്ന് പറയുന്നത്? അപ്പർ ആമിലുള്ള ബോണിനെയാണ് നമ്മൾ ഹ്യൂമറസ് എന്ന് വിളിക്കുന്നത്. എത്ര ഹ്യൂമറസ് ആണുള്ളത്? 1 ഹ്യൂമറസ്. ഇനി ലോവർ ആമിലുള്ള 2 ബോൺസ് ആണ് റേഡിയസ് ആൻഡ് അൾന. അപ്പോൾ ലോവർ ആമിൽ എത്ര ബോൺസ് ആണുള്ളത്? 2 ബോൺസ്. ഇനി there are 8 കാർപ്പൽസ് അല്ലെങ്കിൽ റിസ്റ്റ് റീജിയനിലുള്ള ബോൺസ് അല്ലേ. 5 മെറ്റാകാർപ്പൽസ് അല്ലെങ്കിൽ ബോൺസ് ഓഫ് പാം ആൻഡ് 14 ഫാലഞ്ചസ്, അതായത് ബോൺസ് ഓഫ് ഫിംഗേഴ്സ്. കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ് ആൻഡ് ഫാലഞ്ചസ് കേട്ടോ. അപ്പോൾ ടോട്ടൽ ബോൺസ് ഓഫ് ഫോർ ലിംസ് എന്ന് പറയുന്നത് 30 ആണ്. ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് 30 കിട്ടും. അപ്പോൾ ഒരു കൈയിൻ്റെതാണ് 30. അപ്പോൾ 2 കൈകൾ കൂടി 60 ബോൺസ്. അതെ. അപ്പോൾ അപ്പൻഡിക്കുലർ സ്കെൽറ്റലിലുള്ള പെക്ടോറൽ ഗേർഡിലിൻ്റെ 4 ബോൺസിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഫോർ ലിംസിൻ്റെ 60 ബോൺസിനെ കുറിച്ചും പറഞ്ഞു. നെക്സ്റ്റ് ഈസ് പെൽവിക് ഗേർഡിൽ. എന്താ ഈ പെൽവിക് ഗേർഡിൽ? നമ്മുടെ ഹിപ്പ് റീജിയനിലുള്ള ബോൺസിനെയാണ് നമ്മൾ പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്നത്. നമ്മൾ ഊരയുടെ എല്ല് എന്നൊക്കെ പറയാറില്ലേ? പെൽവിക് ഗേർഡിൽ ഫോംസ് ബോൺസ് ഇൻ ഹിപ്പ് റീജിയൻ. ഈ പെൽവിക് ഗേർഡിൽ എത്ര ബോൺസ് ആണുള്ളത് എന്ന് അറിയോ? there are 2 ബോൺസ് ഇൻ പെൽവിക് ഗേർഡിൽ. പെൽവിക് ഗേർഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? there are ബോൺസ് ഇൻ ദ ഹിപ്പ് റീജിയൻ. there are 2 ബോൺസ് പ്രസന്റ് ഇൻ ദ പെൽവിക് ഗേർഡിൽ. സോ പെൽവിക് ഗേർഡിലെ ബോൺസിന്റെ നമ്പർ ഓർത്ത് വെക്കുക. ലാസ്റ്റ് വൺ ഈസ് ബോൺസ് ഓഫ് ഹൈ ലിംസ് അല്ലെങ്കിൽ ബോൺസ് ഓഫ് ലോവർ ലിംസ് അല്ലെങ്കിൽ ബോൺസ് ഓഫ് ലെഗ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആൻഡ് ബോൺസ് എത്രനാ പറഞ്ഞിരുന്നത്? 30 ബോൺസ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ കാലിലും 30 ബോൺസ് അതെ.
ഒരു കാലിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ടോട്ടൽ ബോൺസ് ഓഫ് ഇൻ വൺ ലെഗ് എന്ന് പറയുന്നത് 30 ബോൺസ് ആണ്. അപ്പോൾ ടുഗദർ രണ്ട് കാലും കൂടെ കൂടിയിട്ട് 60 ബോൺസ്. ഇനി ഏതെല്ലാം ബോൺസ് ആണ് ലോവർ ലിംസിൽ വരുന്നതെന്ന് നോക്കാം. ഈ കാണുന്ന ലോങ് ബോൺ ആണ് ഫീമർ. നമ്മുടെ ബോഡിയിലെ ലോങ്ങസ്റ്റ് ബോൺ എന്നറിയപ്പെടുന്നത് ഫീമർ ആണ്. ഈ ഫീമർ ആണ് നമ്മുടെ പെൽവിക് ഗേർഡിലോട്ടേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നത്. സോ നമ്മുടെ ബോഡിയിലെ ലോങ്ങസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ബോൺ എന്ന് ചോദിച്ചാൽ ഏതാണ്? ഫീമർ. ഏറ്റവും ഷോർട്ടസ്റ്റ് ബോൺ ഏതാണെന്ന് അറിയോ? സ്റ്റേപ്സ്. നമ്മുടെ ചെവിൻ്റെ ഉള്ളിലുള്ള ബോണാണ് സ്റ്റേപ്സ്. അവയാണ് ഏറ്റവും ബോഡിയിലെ ഷോർട്ടസ്റ്റ് ബോൺ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ബോൺ ഇസ് കോൾഡ് പാറ്റല്ല. നമ്മുടെ മുട്ട് റീജിയനിൽ കാണുന്ന ബോണാണ് പാറ്റല്ല. ഇനി നമ്മുടെ മുട്ടിന്റെ താഴെ കാണുന്ന രണ്ട് ലോങ്ങസ്റ്റ് ബോണാണ് ടിബിയ ആൻഡ് ഫെബുല. നമ്മുടെ ലോവർ ആമിൽ കാണുന്ന രണ്ട് ബോൺസ് ഏതൊക്കെയായിരുന്നു? റേഡിയസ് ആൻഡ് അൾന. അതുപോലെ തന്നെ ലോവർ ലെഗിൽ കാണുന്ന രണ്ട് ബോൺസ് ആണ് ടിബിയ ആൻഡ് ഫെബുല. ഇനി ഫൂട്ടിൽ കാണുന്ന ബോൺസുകളാണ് ടാർസൽസ്, മെറ്റാടാർസൽസ് ആൻഡ് ഫാലഞ്ചസ്. നമ്മുടെ കൈകളുടെ ബോൺസിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? എന്തൊക്കെയായിരുന്നു? കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ് ആൻഡ് ഫാലഞ്ചസ്. അതുപോലെ തന്നെ ഇവിടെ കാലിൻ്റെ ഫൂട്ടിൽ കാണുന്ന ബോൺസുകളാണ് ടാർസൽസ്, മെറ്റാടാർസൽസ് ആൻഡ് ഫാലഞ്ചസ്. There are 7 bones in tarsals, 5 bones in metatarsals and 14 bones in phalanges. അപ്പോൾ ഏതൊക്കെയാണ് ബോൺസ് ഓഫ് ലെഗ് അല്ലെങ്കിൽ ലോവർ ലിംസ് എന്ന് പറയുന്നത്? 1 ഫീമർ, 1 പാറ്റല്ല, ടിബിയ ആൻഡ് ഫിബുല കൂടെ കൂടിയിട്ട് 2 ബോൺസ്, 7 ടാർസൽസ് ബോൺസ്, 5 മെറ്റാടാർസൽസ് ബോൺസ്, ഇനി 14 ഫാലഞ്ചസ്. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ലെഗിൽ എത്ര ബോൺസ് ഉണ്ട്? There are 30 bones. അപ്പോൾ രണ്ട് കാലുകളിൽ കൂടി 60 ബോൺസ്. അപ്പോൾ ഏതൊക്കെയാണ് അപ്പെൻഡിക്കുലർ സ്കെൽറ്റലിൽ വരുന്ന ബോൺസ്? ഫസ്റ്റ് വൺ ഈസ് പെക്ടോറൽ ഗേർഡിൽസ്. എത്ര ബോൺസ് ആണ് പെക്ടോറൽ ഗേർഡിലുള്ളത്? ദർ ആർ 4 ബോൺസ്. നെക്സ്റ്റ് ഈസ് ബോൺസ് ഓഫ് ഫോർ ലിംസ്. രണ്ട് ആൻഡ് കൂടെ കൂട്ടിയിട്ട് ദർ ആർ 60 ബോൺസ്. നെക്സ്റ്റ് ഈസ് പെൽവിക് ഗേർഡിൽ. ദർ ആർ 2 ബോൺസ് ഇൻ പെൽവിക് ഗേർഡിൽ. നെക്സ്റ്റ് ഈസ് ബോൺസ് ഓഫ് ലോവർ ലിം അല്ലെങ്കിൽ ബോൺസ് ഓഫ് ലെഗ്. രണ്ട് ലെഗ് കൂടെ കൂട്ടിയിട്ട് ദർ ആർ 60 ബോൺസ്. സോ ഇത്രയും ബോൺസ് ആണ് അപ്പെൻഡിക്കുലർ സ്കെൽട്ടൻ എന്ന് പറയുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ അപ്പെൻഡിക്കുലർ സ്കെൽട്ടൻ എന്ന് പറയുന്നത് 126 ബോൺസ് ആണ്. ആക്സിയൽ സ്കെൽട്ടനിൽ എത്ര ബോൺസ് ഉണ്ടായിരുന്നു? ദർ ആർ 80 ബോൺസ്. സോ ഹ്യൂമൻ സ്കെൽട്ടൻ എന്ന് പറയുന്നത് ആക്സിയൽ ബോൺസും അപ്പെൻഡിക്കുലർ ബോൺസും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ബോൺസ് ഇൻ ഹ്യൂമൻ സ്കെൽട്ടൻ എന്ന് പറയുന്നത് എത്ര ബോൺസ് ആണ്? 206 ബോൺസ്. 80 ബോൺസ് ആക്സിയൽ സ്കെൽട്ടനും 126 ബോൺസ് അപ്പെൻഡിക്കുലർ സ്കെൽട്ടനും കൂടിയിട്ടാണ് 206 ബോൺസ് ഇൻ ഹ്യൂമൻ സ്കെൽട്ടൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഹ്യൂമൻ സ്കെൽട്ടൽ സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ബേസ്ഡ് ഓൺ ദയർ പൊസിഷൻ. ഫസ്റ്റ് വൺ ഈസ് ആക്സിയൽ സ്കെൽട്ടൻ ആൻഡ് അതർ വൺ ഈസ് അപ്പെൻഡിക്കുലർ സ്കെൽട്ടൻ. ഹ്യൂമൻ സ്കെൽട്ടൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് 206 ബോൺസ്. അപ്പോൾ ഈ ആക്സിയൽ സ്കെൽട്ടനിൽ എത്ര ബോൺസ് ഉള്ളത്? 80 ബോൺസും അപ്പെൻഡിക്കുലർ സ്കെൽട്ടനിൽ എത്ര ബോൺസ് ഉള്ളത്? 126 ബോൺസും. ടുഗദർ ഗിവ്സ് ദ ഹ്യൂമൻ സ്കെൽട്ടൽ സിസ്റ്റം. അത് എത്രയാണ്? 126 ബോൺസ്. ഓക്കെ. അപ്പോൾ ആക്സിയൽ സ്കെൽട്ടനിൽ ഏതൊക്കെ ബോൺസാണ് വരുന്നത്? സ്കളിൽ എത്ര ബോൺസാ? 29 ബോൺസ്. ഇനി വെർട്ടിബ്രൽ കോളത്തിൽ എത്ര ബോൺസ് ഉള്ളത്? 26 ബോൺസ്. ഇനി റിബ്സ് 12 പെയർസ് ഓഫ് റിബ്സ് ആണ്, രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ ടോട്ടലി 24 ബോൺസ് ഇൻ റിബ്സ്. ഇനി രണ്ട് റിബ്സും ജോയിൻ ചെയ്യുന്ന ബോണാണ് സ്റ്റേണം എന്ന് പറയുന്നത്. സ്റ്റേണത്തിൽ 1 ബോൺസ്. അപ്പം ആക്സിയൽ സ്കെൽട്ടത്തിൽ ഇത്രയും ബോൺസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടിയിട്ടാണ് 80 ബോൺസ് എന്ന് കിട്ടുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഈസ് അപ്പെൻഡിക്കുലർ സ്കെൽട്ടൻ. അപ്പെൻഡിക്കുലർ സ്കെൽട്ടനിൽ വരുന്ന ബോൺസ് ഏതൊക്കെയാണ്? പെക്ടോറൽ ഗേർഡിൽ, പെൽവിക് ഗേർഡിൽ, അപ്പർ ലിംസ് ആൻഡ് ലോവർ ലിംസ്. ഓക്കെ. പെക്ടോറൽ ഗേർഡിൽ അല്ലെങ്കിൽ ഷോൾഡർ ഗേർഡിൽ അല്ലെങ്കിൽ ഷോൾഡർ ബോൺസ് ഏതൊക്കെയാണ്? ക്ലാവിക്കിളും സ്കാപ്പുലയും. നമുക്ക് 2 ക്ലാവിക്കിളുണ്ട്, 2 സ്കാപ്പുലുണ്ട്. അപ്പോൾ പെക്ടോറൽ ഗേർഡിൽ ടോട്ടലി എത്ര ബോൺസ് ഉള്ളത്? 4 ബോൺസ്. ഇനി പെൽവിക് ഗേർഡിൽ എത്ര ബോൺസ് ഉള്ളത്? 2 ബോൺസ് അല്ലേ. ഇനി അപ്പർ ലിംസിൽ 2 കൈകൾ കൂടി എത്ര ബോൺസ് ഉള്ളത്? 60 ബോൺസ് അല്ലേ. അതായത് ഒരു കൈയിന് എത്ര ബോണാണ്? 30 ബോൺസ്. എങ്ങനെ 30 എന്ന് കിട്ടുന്നത്? ഈ ബോണിനെയാണ് നമ്മൾ ഹ്യൂമറസ് എന്ന് വിളിക്കുന്നത്. അതിന് താഴെയുള്ള ലോവർ ആമിൽ 2 ബോൺസ് ആണുള്ളത്, ഒന്ന് റേഡിയസും ഒന്ന് അൾനയും. ദെൻ നെക്സ്റ്റ് ഈസ് റിസ്റ്റ് ബോണിനെ നമ്മൾ കാർപ്പൽസ് എന്ന് വിളിക്കുന്നു. ഈ പാം ബോണിനെ നമ്മൾ മെറ്റാകാർപ്പൽസ് എന്ന് വിളിക്കുന്നു. ഈ ഫിംഗേഴ്സിന്റെ ബോണിനെയാണ് നമ്മൾ ഫാലഞ്ചസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാ? കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ് ആൻഡ് ഫാലഞ്ചസ്. കാർപ്പൽസിൽ എത്ര ബോൺസ് ഉള്ളത്? 8 ബോൺസ്. ഈ മെറ്റാകാർപ്പൽസിലോ 5 ബോൺസ്. ഓക്കെ. പാം ബോണിനെയാണ് മെറ്റാകാർപ്പൽസ് എന്ന് വിളിക്കുന്നത്. ഈ ഫാലഞ്ചസ് ഈ വിരലുകളിൽ കണ്ടോ 1, 2, 3 അങ്ങനെ 4 വിരലിന് 3 ബോൺസ് വീതമുണ്ട്. ദെൻ ഈ വിരലിന് മാത്രമാണ് നമുക്ക് 2 ബോൺ ഇങ്ങനല്ലേ ഫോൾഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ടോട്ടലി ഫാലഞ്ചസിൽ 14 ബോൺസ് ആണ്.
അപ്പോൾ ടോട്ടലി അപ്പർ ലിമ്മിൽ 30 ബോൺസ് ഉണ്ട് ഒരു ഹാൻഡിന്, രണ്ട് കൂടെ കൂടിയിട്ട് 60 ബോൺസ്. സോ പെക്ടോറൽ ഗേർഡിൽ പറഞ്ഞു, പെൽവിക് ഗേർഡിൽ പറഞ്ഞു, അപ്പർ ലിം പറഞ്ഞു. ഇനി ലോവർ ലിമ്മിൽ രണ്ട് കാലും കൂടെ കൂടിയിട്ട് 60 ബോൺസ് ആണുള്ളത്. ഒരു കാലിന് എത്ര ബോണാണുള്ളത്? 30 ബോൺസ്. നമ്മുടെ പെൽവിക് ഗേർഡിലോട്ടൊക്കെ അറ്റാച്ച് ചെയ്ത ലോങ്ങസ്റ്റ് ബോണാണ് ഫീമർ എന്ന് പറയുന്നത്. ഫീമർ എന്ന് പറഞ്ഞാൽ തുടയുടെ എല്ലില്ലേ. ഇനി തുടയുടെ എല്ല് കഴിഞ്ഞിട്ട് എന്താ? മുട്ടിൻ്റെ അവിടെ നമുക്കൊരു ബോൺ ഉണ്ട്. അവയാണ് നമ്മൾ പാറ്റല്ല എന്ന് പറയുന്നത്. ഇനി ലോവർ ലെഗ്, ആ താഴെയുള്ള പോർഷനിൽ രണ്ട് ബോൺസ് ആണുള്ളത്. അവയാണ് ടിബിയ, ഫിബുല. നമ്മളിവിടെ അപ്പർ ലിമ്പിൻ്റെ ബോൺസ് പറഞ്ഞു അല്ലേ, അതും കാലിൻ്റെ ബോൺസുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ ഒന്നുകൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഹ്യൂമറസ് പറഞ്ഞു, അവിടെ തുടയുടെ എല്ലാം എന്താണ്? ഫീമർ. ഇനി അവിടെ ഒരു ബോൺ കൂടെ എക്സ്ട്രാ ഉണ്ടല്ലേ, പാറ്റല്ല എന്നുള്ള. ഇനി നമ്മുടെ ലോവർ ഹാൻഡിൻ്റെ രണ്ട് ബോൺസ് ഏതൊക്കെയാണ്? റേഡിയസ് ആൻഡ് അൾനം. നമ്മുടെ കാലിൻ്റെ ലോവർ ലെഗിലുള്ള രണ്ട് ബോൺസ് ഏതൊക്കെയാണ്? ടിബിയ, ഫിബുല. ഓക്കെ. ഇനി നമ്മളിവിടെ കാപ്പൽസ്, മെറ്റാകാപ്പൽസ് ആൻഡ് ഫാലഞ്ചസ് പറഞ്ഞു. ഇനി അവിടെ ഫൂട്ടിലുള്ള ബോൺസ് ഏതൊക്കെയാണ്? ടാസൽസ്, മെറ്റാടാസൽസ് ആൻഡ് ഫാലഞ്ചസ്. ഓക്കെ. ഇവിടെ കാപ്പൽസ് എത്രയായിരുന്നു? 8 ആണ്. അവിടെ ടാസൽസ് 7 ആണ്. ഇനി മെറ്റാകാപ്പൽസ് എത്രയായിരുന്നു? 5 ആണ്. അവിടെ മെറ്റാടാസൽസും 5 ആണ്. ഫാലഞ്ചസ് എത്രയാണ്? 14. അവിടെയും ഫാലഞ്ചസ് എത്രയാണ്? 14. അപ്പോൾ ടോട്ടലി അപ്പർ ലിമ്പിൽ നമുക്ക് 30 ബോൺസ് ആണ്. ലോവർ ലിമ്പിൽ ഒരു ലെഗിന് എത്രയാണ്? 30 ബോൺസ് ആണ്. രണ്ടും കൂടെ കൂടിയിട്ടാണ് 60. ഓക്കെ. എത്രയാണ് അപ്പെൻഡിക്കുലർ സ്കെൽട്ടൻ എന്ന് പറയുന്നത്? ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് 126 ബോൺസ്. അപ്പോൾ ടോട്ടലി ആക്സിയൽ സ്കെൽട്ടനും അപ്പെൻഡിക്കുലർ സ്കെൽട്ടനും കൂടെ എത്ര ബോൺസാണ് കിട്ടുന്നത്? 206 ബോൺസ്. ആക്സിയൽ സ്കെൽട്ടനിൽ 80 ബോൺസും അപ്പെൻഡിക്കുലർ സ്കെൽട്ടനിൽ 126 ബോൺസും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ലെറ്റ്സ് സീ മൂവ്മെന്റ് ഓഫ് മസിൽ ഇൻ ഫോർ ലിംസ്. നമ്മുടെ ഫോർ ലിംസിലെ മസിൽസ് ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ 2 മസിലേ പഠിക്കാനുള്ളൂ. ജസ്റ്റ് ഫോൾഡിങ്ങും എക്സ്റ്റെൻഡിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്ന മസിലേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ. വി നോ ദാറ്റ് മൂവ്മെന്റ് ഈസ് എഫക്റ്റീവ് വെൻ ദ മസിൽ വർക്ക് യൂണിസൺസ് വിത്ത് ദ ബോൺ. ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു മസിൽ ഒറ്റയ്ക്കുള്ള വർക്കാണോ? അല്ല. ദെൻ ബോൺ ഒറ്റക്കാണോ വർക്ക് ചെയ്യുന്നത്? അല്ല. മസിലും ബോണും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ആക്ഷനാണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ 2 മസിൽസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഫ്ലെക്സർ മസിലും അതർ വൺ ഈസ് എക്സ്റ്റെൻസർ മസിലും. നമ്മളിങ്ങനെ കൈ ഫോൾഡ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാൻഡ് ഫോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മസിലാണ് ഫ്ലെക്സർ മസിൽ. ഓക്കെ. നെയിം ഓർത്ത് വെക്കുക, ഫ്ലെക്സർ മസിൽ. അതുപോലെ തന്നെ ഹാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മസിലാണ് എക്സ്റ്റെൻസർ മസിൽ. ഈ ഫ്ലെക്സർ മസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡിൻ്റെ ഈ മുകൾ ഭാഗത്തുള്ള ബോണാണ്, മസിലാണ് ഫ്ലെക്സർ മസിൽ. ഇങ്ങനെ ഈ താഴ്ഭാഗത്ത് കാണുന്ന മസിലാണ് എക്സ്റ്റെൻസർ മസിൽ. സോ ഫ്ലെക്സർ മസിൽ ഈസ് ദ മസിൽ വിച്ച് ഹെൽപ്പ് ഇൻ ദ ഫോൾഡിംഗ് ഓഫ് ഹാൻഡ്. ദെൻ എക്സ്റ്റെൻസർ മസിൽ ഈസ് ദ മസിൽ വിച്ച് ഹെൽപ്പ് ഇൻ ദ എക്സ്റ്റെൻഡിങ് ഓഫ് ഹാൻഡ്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ 2 മൂവ്മെൻറ്റ് പറഞ്ഞു അല്ലേ, ഫോൾഡിങ്ങും എക്സ്റ്റെൻഡിങ്ങും. ഈ ഫോൾഡിങ്ങിൻ്റെ സമയത്തും എക്സ്റ്റെൻഡിങ്ങിൻ്റെ സമയത്തും ഫ്ലെക്സർ മസിലിനും എക്സ്റ്റെൻസർ മസിലിനും വരുന്ന ചേഞ്ചസ് എന്താണ്? കോൺട്രാക്ട് ചെയ്യുകയാണോ റിലാക്സ് ചെയ്യുകയാണോ ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് സി ദിസ് ഈസ് ഫ്ലെക്സർ മസിൽ. ഓക്കെ. ഈ മുകളിൽ കാണുന്ന മസിലാണ് ഫ്ലെക്സർ മസിൽ എന്ന് ഓർക്കുക. ഈ താഴെ കാണുന്ന മസിലാണ് എക്സ്റ്റെൻസർ മസിൽ. അപ്പോൾ ഈ മുകളിൽ കാണുന്ന മസിലാണ് ഫ്ലെക്സർ മസിൽ. നമ്മളിങ്ങനെ മസിലൊക്കെ നോക്കാറില്ലേ, ഇവിടെ മുകളിലുള്ള ആ മസിലാണ് ഫ്ലെക്സർ മസിൽ. അപ്പോൾ താഴെ കാണുന്ന മസിലാണ് എക്സ്റ്റെൻസർ മസിൽ. ഈ കാണിക്കുന്നത് 2 മൂവ്മെൻ്റ് ആണ്. ഒന്നെന്താ? ഫോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ? എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, നിവർത്തുന്നത്. ഫ്ലെക്സർ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഹാൻഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നത്. ആ സമയത്ത് എക്സ്റ്റെൻസർ മസിൽ എന്ത് ചെയ്യും? റിലാക്സ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഓക്കെ. ഈ ഫ്ലെക്സർ മസിലിൻ്റെ ഈ മസിൽ നമ്മുടെ ഈ ബോണിൻ്റെ ഇങ്ങോട്ടേക്കാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഫ്ലെക്സർ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നത്. ആ സമയത്ത് എക്സ്റ്റെൻസർ മസിൽ എന്താണ്? റിലാക്സ്ഡ് ആയിരിക്കും. ഓക്കെ. ഇനി നമ്മളുടെ ഹാൻഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴോ നമ്മുടെ ഈ ടൈറ്റ്നെസ് ഒക്കെ പോകൂലേ, അതായത് ഫ്ലെക്സർ മസിൽ റിലാക്സ്. അതേസമയം എക്സ്റ്റെൻസർ മസിലിന് എന്താ ചെയ്യുക? ദേ കോൺട്രാക്ട്. ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞത്? നമ്മുടെ ഹാൻഡ് മൂവ് ചെയ്യുമ്പോൾ, അതായത് ഹാൻഡ് ഫോൾഡ് ചെയ്യുമ്പോൾ ഫ്ലെക്സർ മസിൽ കോൺട്രാക്ട് ചെയ്യുന്നു, എക്സ്റ്റെൻസർ മസിൽ റിലാക്സും ചെയ്യുന്നു. ഇനി ഹാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴോ ഫ്ലെക്സർ മസിൽ റിലാക്സ് ആൻഡ് എക്സ്റ്റെൻസർ മസിൽ കോൺട്രാക്ട്. കാര്യമായിട്ട് ഒന്നുമില്ല. കൈ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഫ്ലെക്സർ മസിൽ കോൺട്രാക്ട് ചെയ്യും, എക്സ്റ്റെൻസർ മസിലോ റിലാക്സ് ചെയ്യും. ഇനി കൈ ഇങ്ങനെ നമ്മൾ നിവർത്തുമ്പം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഫ്ലെക്സർ മസിൽ റിലാക്സ് ചെയ്യും, എക്സ്റ്റെൻസർ മസിലോ കോൺട്രാക്ട് ചെയ്യും.
ഇത്രയും കാര്യം മനസ്സിലാക്കുക. മൂവ്മെന്റ് ഓഫ് ആൻഡ് നമ്മൾ പറഞ്ഞു അല്ലേ. മൂവ്മെന്റ് ഓഫ് ആൻഡ് എന്ന് പറയുന്നത് ഒരു മസിലിന്റെ ആക്ഷൻ ആണോ? അല്ല, രണ്ട് മസിലിന്റെ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് പെയർ ഓഫ് മസിൽസ് ആണ്. ഇവിടെ ഒരു പെയർ ഓഫ് മസിൽസ് ആണുള്ളത്, ഫ്ലെക്സറും എക്സ്റ്റെൻസറും. ഇതിന്റെ രണ്ടും കൂടെയുള്ള കമ്പൈൻഡ് ആക്ഷൻ ആണ് നമ്മുടെ ഒരു മൂവ്മെന്റ് ഓഫ് ആൻഡ് എന്ന് പറയുന്നത്. നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ അതർ മസിൽ റിലാക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഫ്ലെക്സർ മസിൽ റിലാക്സ് ചെയ്യുമ്പോഴോ എക്സ്റ്റെൻസർ മസിൽ കൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്നത്. അപ്പോൾ ദിസ് പെയർ ഓഫ് മസിൽ വിച്ച് ആർ ഇൻ ഓപ്പോസിറ്റിംഗ് ആക്ഷൻ ഈസ് കോൾഡ് ആൻറ്റഗോണിസ്റ്റിക് മസിൽസ്. അപ്പോൾ എന്താ ആൻറ്റഗോണിസ്റ്റിക് മസിൽസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പെയർ ഓഫ് മസിൽ വിച്ച് ആർ ഓപ്പോസിറ്റ് ഇൻ ആക്ഷൻ. ഒരു പെയർ ഓഫ് മസിൽ, അതായത് ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർ ലിംസിൻ്റെ എന്താണ്, എക്സ്റ്റെൻസർ മസിൽ ഉണ്ട്, ഫ്ലെക്സർ മസിൽ ഉണ്ട്. അവ രണ്ടും ഈ മൂവ്മെൻറ്റ് പോസിബിൾ ആവണമെങ്കിൽ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് കാണിക്കുന്നത്. ഒരു മസിൽ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഫ്ലെക്സർ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എക്സ്റ്റെൻസർ മസിൽ റിലാക്സ് ചെയ്യാണ്. ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴോ ഈ ഫ്ലെക്സർ മസിൽ റിലാക്സ് ചെയ്യുന്നു, എക്സ്റ്റെൻസർ മസിൽ കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ പെയർ ഓഫ് മസിൽ വിച്ച് ആർ ഓപ്പോസിറ്റ് ആക്ഷൻ, ഒരു മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ അതർ മസിൽ റിലാക്സ് ചെയ്യുന്നു എന്നാണല്ലേ ഓപ്പോസിറ്റ് ആക്ഷന്. അപ്പോൾ ദിസ് പെയർ ഓഫ് മസിൽ വിച്ച് ആർ ഓപ്പോസിറ്റ് ആക്ഷൻ ആർ കോൾഡ് ആൻറ്റഗോണിസ്റ്റിക് മസിൽ. അപ്പോൾ ഈ ആൻഡ് മൂവ്മെൻറ്റിൻ്റെ മാതിരി നമ്മുടെ ബോഡിയിൽ ഒരുപാട് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ കാലുകളിൽ, കൈകളിൽ, ലിസ്റ്റിൽ, ഷോൾഡറിൽ, ഇതെല്ലാം മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പം ഈ ആക്ഷൻ ഓഫ് ആൻറ്റഗോണിസ്റ്റിക് മസിൽസ് എന്ന് പറയുന്നത് ബേസിസ് ഓഫ് മോസ്റ്റ് ഓഫ് ദ മൂവ്മെൻറ്റ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മോസ്റ്റ് ഓഫ് ദ മൂവ്മെൻറ്റിൻ്റെയും ബേസിസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ആൻറ്റഗോണിസ്റ്റിക് മസിൽ. ആൻറ്റഗോണിസ്റ്റിക് മസിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പെയർ ഓഫ് മസിൽസ് ഉണ്ടാവും വിച്ച് ആർ ഇൻ ഓപ്പോസിറ്റ് ഇൻ ആക്ഷൻ അല്ലേ. അവ ഓപ്പോസിറ്റ് ആക്ഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവയാണ് ആൻറ്റഗോണിസ്റ്റിക് മസിൽസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മോസ്റ്റ് ഓഫ് ദ മൂവ്മെൻറ്റിൻ്റെയും ബേസിസ് എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റഗോണിക്സ് മസിൽ. ആൻറ്റഗോണിക് മസിൽ അല്ല, ആക്ഷൻ ഓഫ് ആൻറ്റഗോണിസ്റ്റിക് മസിൽസ്. അപ്പോൾ ഇതുവരെ എടുത്ത് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മുടെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബോണിൻ്റെ മാത്രം ആക്ഷൻ അല്ല, അല്ലെങ്കിൽ മസിലിൻ്റെ മാത്രം ആക്ഷൻ അല്ല. മൂവ്മെൻറ്റ് ഈസ് പോസിബിൾ വെൻ ദ മസിൽസ് വർക്ക് യൂണിസൻസ് വിത്ത് ദ ബോൺ. ഇനി മസിലിൻ്റെ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? മസിലിൻ്റെ ഒരു എൻഡ് ഇസ് അറ്റാച്ച്ഡ് ടു ടിപ്പ് ഓഫ് വൺ ബോൺ ആൻഡ് അനദർ എൻഡ് ഓഫ് ദ മസിൽസ് അറ്റാച്ച്ഡ് ടു ടിപ്പ് ഓഫ് അനദർ ബോൺ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫോർ ലിംസിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള മസിലിനെ കുറിച്ചാണ്. ഈ ഫോർ ലിംസ് ഫോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മസിലാണ് ഫ്ലെക്സർ മസിൽ എന്ന് പറയുന്നത്. ഇനി ഫോർ ലിംസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മസിലാണ് എക്സ്റ്റെൻസർ മസിൽ. നമ്മൾ ഈ ഫോർ ആം ഫോൾഡ് ചെയ്യുമ്പോൾ ഫ്ലെക്സർ മസിൽ കോൺട്രാക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ എക്സ്റ്റെൻസർ മസിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിലാക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോർ ആം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴോ ഈ ഫ്ലെക്സർ മസിൽ റിലാക്സ് ചെയ്യുന്നു, എക്സ്റ്റെൻസർ മസിൽ കോൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് ഓഫ് ആൻഡ് എന്ന് പറയുന്നത് കമ്പൈൻഡ് ആക്ഷൻ ഓഫ് പെയർ ഓഫ് മസിലാണ്. ഈ ഫോർ ലിംസിൽ കാണുന്ന പെയർ ഓഫ് മസിൽസിൻ്റെ കമ്പൈൻഡ് ആക്ഷൻ്റെ റിസൾട്ടായിട്ടാണ് നമ്മൾ ആൻഡ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നോക്കിയാൽ എന്ത് കാണാം? ഒരു മസിൽ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, അതർ മസിൽ എന്ത് ചെയ്യുന്നുണ്ട്? റിലാക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പെയർ ഓഫ് മസിൽ വിച്ച് ആർ ഓപ്പോസിറ്റ് ഇൻ ആക്ഷൻ ഇസ് കോൾഡ് ആൻറ്റഗോണിസ്റ്റിക് മസിൽ. അപ്പോൾ ഈ ആൻറ്റഗോണിസ്റ്റിക് മസിലിൻ്റെ ആക്ഷനാണ് നമ്മുടെ മോസ്റ്റ് ഓഫ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മൂവ്മെൻറ്റിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇവിടെ സ്റ്റിറോയിഡിനെ കുറിച്ച് ഒരു ചെറിയൊരു ടോപ്പിക് പഠിക്കാനുണ്ട്. ഒന്നുമില്ല, നമ്മൾ സ്റ്റിറോയിഡ് എന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. ഡോക്ടേഴ്സ് പല അസുഖങ്ങൾക്കും പ്രിസ്ക്രൈബ് ചെയ്ത് തരാറുണ്ട് സ്റ്റിറോയിഡ് കണ്ടന്റ് ആയിട്ടുള്ള മെഡിസിൻസ്. പക്ഷേ നമ്മൾ ഈ സ്റ്റിറോയിഡ് വേറൊരു സ്ഥലത്ത് കൂടെ കേട്ടിട്ടുണ്ട്. സ്പോർട്സ് സെക്ടേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട് എന്ന് ന്യൂസിൽ കേൾക്കാറുണ്ട് അല്ലേ. അദ്ദേഹം സ്റ്റിറോയിഡ് കുത്തിവെച്ചിട്ടായിരുന്നു കളിച്ചിരുന്നതെന്ന് പല ന്യൂസും നമ്മൾ കേൾക്കാറുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മസിലിലോട്ടേക്ക് സ്റ്റിറോയിഡ് കുത്തിവെക്കുമ്പോൾ ഈ മസിൽ സെൽസിലുള്ള എനർജി ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യും. അപ്പോൾ അവർക്ക് ടയേർഡ് ഇല്ലാതെ ഒരുപാട് നേരം കളിക്കാൻ, എനർജറ്റിക് ആയിട്ട് കളിക്കാൻ സാധിക്കും. ഓക്കെ, ഈ സ്പോർട്സ് സെക്ടേഴ്സിലാണ് നമ്മൾ ഇത് മെയിൻലി വേറൊരു സ്ഥലത്ത് കേൾക്കുന്നത്. എന്താ അവിടെ നടക്കുന്നത്? ഈ മസിൽസിലോട്ടേക്ക് ഈ സ്റ്റിറോയിഡ് കുത്തിവെക്കും. ഈ മസിൽ സെൽസ് എന്ത് ചെയ്യും? അവിടെ എനർജി പ്രൊഡക്ഷൻ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യും. അപ്പോൾ അവർക്ക് എനർജറ്റിക് ആയിട്ട് ഒരുപാട് നേരം കളിക്കാൻ സാധിക്കും. ഇവിടെ നമ്മളൊരു ചെറിയ നേരത്തെ അച്ചീവ്മെൻറ്റിന് നമ്മളവിടെ ഒരു ദോഷം ചെയ്യുന്നത്, അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണ്? ഇത് നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാം, നമുക്ക് പലതരം കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ടാക്കാം, നമ്മുടെ സെക്സ് ഹോർമോൺസ് എല്ലാം ഇംബാലൻസ് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ അച്ചീവ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഇവിടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൂട്ടിക്കൂട്ടുന്നുണ്ട് എന്നർത്ഥം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ടോപ്പിക്സ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഈ ബോൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റം, അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഇൻ ഫോർ ലിംസിന് എങ്ങനെയാണ് മൂവ്മെൻറ്റ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അതായത് ആൻറ്റഗോണിസ്റ്റിക് മസിൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ദെൻ സ്റ്റിറോയിഡിനെ കുറിച്ച് 1-2 പോയിന്റ്സും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, ലൈക്ക് ഇറ്റ്, ഷെയർ ആൻഡ് ഡു സബ്സ്ക്രൈബ്.